ചെറിയ ആശ്വാസത്തോടെ സിദ്ദിഖിന്റെ കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ദിലീപിന്റെ കേസിൽ സംഭവിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങുകയാണ് എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ നിഗമനം. അതുകൊണ്ട് തന്നെ ദിലീപുമായി കേസിന് വളരെയധികം ബന്ധമുണ്ട് എന്നും പറയുന്നുണ്ട്. നിരവധി ആരാധകരാണ് ഇപ്പോൾ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല സംരക്ഷണം നൽകിയ സുപ്രീം കോടതിയുടെ വാർത്തകൾ കേൾക്കുന്നത്. നിരവധി പേർക്ക് ഇപ്പോൾ സിദ്ദിഖിന്റെ കാര്യത്തിൽ കൂടുതൽ സംശയങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ ഭാഗത്തൊരു ന്യായവുമില്ല എന്നും, എന്നാൽ കോടതി അതുകൊണ്ടാണ് അറസ്റ്റ് തടഞ്ഞത് മാത്രമായി ഒതുക്കിയതെന്ന് പറയുന്നു. മുൻകൂർ ജാമ്യം ലഭിക്കുമെന്നാണ് കരുതിയതെങ്കിലും ഇടക്കാല സംരക്ഷണം മാത്രമാണ് കോടതി നൽകിയത്. മുൻകൂർ ജാമ്യം കൃത്യമായ കേസിൽ നൽകാൻ സുപ്രീം കോടതി തയ്യാറായനെ, എന്നാൽ അത് തെളിവുകൾക്കൊക്കെ തന്നെയും അതീതമായിരിക്കണം. ഇവിടെ അങ്ങനൊരു സംഭവമില്ല. തെളിവുകളെല്ലാം സിദ്ദിഖിനെതിരാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ജാമ്യം നൽകാനാകില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ സിദ്ദിഖിന്റെ വാർത്തകൾ നിറയുന്ന സമയത്ത് ദിലീപിനും ഇതേ കാര്യത്തിലാണ് പല കാര്യങ്ങളും മുഖവരിക്കെടുക്കേണ്ടി വന്നത് എന്ന് പറയുന്നുണ്ട്. ദിലീപിന്റെ കാര്യത്തിലും ഇതേ പാറ്റേണിൽ തന്നെയായിരുന്നു കോടതിയും പോലീസും എല്ലാം മുന്നോട്ട് പോയത്. അതുപോലെ അവസാനം ദിലീപ് ജയിലിലായതുപോലെ തന്നെ സിദ്ദിഖും ജയിലിലാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. കോടതി ജാമ്യം നൽകാത്തത് കൊണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയുകൊണ്ട് മനഃപൂർവ്വം ഇപ്പോൾ അദ്ദേഹത്തിന് ഇടക്കാല സംരക്ഷണം നൽകിയത് കൃത്യമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് തന്നെയാണ് പറയുന്നത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നത് സുപ്രീം കോടതി തടഞ്ഞ വിഷയം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പരാതി നൽകിയ നടിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും എതിർപ്പ് തള്ളിയാണ് ജസ്റ്റിസ് ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ചിന്റെ നടപടി. സംഭവം നടന്നതായി പറയുന്നത് 8 വർഷം മുൻപാണെന്ന് സിദ്ദിഖിനായി ഹർജിയിൽ മുതിർന്ന അഭിഭാഷകർ മുകുൾ റോത്തഗി ചൂണ്ടിക്കാട്ടി. പരാതി നൽകാൻ താമസം വന്നത് എന്തുകൊണ്ടാണെന്നും ഈ ഘട്ടത്തിൽ കോടതി ആരാഞ്ഞു. മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവർ ആണ് പരാതി ഉന്നയിച്ച് നടിക്ക് വേണ്ടി ഹാജരായത്. മുൻകൂർ ജാമ്യം നൽകുന്നതിനെ സംസ്ഥാന സർക്കാർ എതിർത്തു. സിദ്ദിഖ് സിനിമാ രംഗത്തെ പ്രമുഖനാണെന്നും താരങ്ങളുടെ ഇടയിലെ തന്നെ പ്രധാനിയാണെന്നും അവർ വാദിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള കടുത്ത തീരുമാനം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ കടുത്ത തീരുമാനം തന്നെ എടുക്കേണ്ടി വരും എന്നും സിദ്ദിഖിനെ രക്ഷപ്പെടുത്താതിരിക്കാനുള്ള ശ്രമം തന്നെയാണ് മറ്റൊരിടത്ത് നടക്കുന്നതെന്നും പറയുന്നു. സിദ്ദിഖിന് ആശ്വാസം എന്ന് തന്നെ പറയാം. ആദ്യം മുൻകൂർ ജാമ്യം അനുവദിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇടക്കാല ആശ്വാസം മാത്രമാണ് സിദ്ദിഖിന് ലഭിച്ചിരിക്കുന്നത്. പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധിക്കണമെന്നത് മുൻകൂർ ജാമ്യം നൽകാതിരിക്കാൻ കാരണമാക്കാമോ എന്നതുൾപ്പെടെ വിവിധ നിയമ പ്രശ്നങ്ങൾ ഉന്നയിച്ചുള്ള നടൻ സിദ്ദിഖ് ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ലൈംഗിക പീഡന പരാതിയിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതിക്ക് പൂർണ്ണമായും തെറ്റുപറ്റിയെന്നാണ് ജസ്റ്റിസ് ബേല പറഞ്ഞത്. സിദ്ദിഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകർ മുകുൾ റോത്തഗി ഹാജരായതിനു പിന്നാലെ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനൊരു തീരുമാനം കൂടി കോടതിയിൽ നിന്ന് പുറത്തുവന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.